വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടുന്നയാളെ കാടാമ്പുഴ പോലീസ് പിടികൂടി. കോട്ടയ്ക്കൽ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന എറണാകുളം തൃപ്പൂണിത്തറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നായി ഇത്തരത്തിൽ ഇയാൾ ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന വിവാഹ ആലോചനയുമായി വരുന്ന സ്ത്രീകളിൽ നിന്നുമാണ് വിവാഹം കഴിക്കാമെന്നുള്ള വിശ്വാസം ജനിപ്പിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്നത്. കാടാമ്പുഴയിലെ ഒരു പെൺകുട്ടി അവരെ വിവാഹം വാഗ്ദാനം നൽകിയിട്ട് 1,35,000 രൂപയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ, ഒരു TV എന്നിവ ചീറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടൊരു പരാതിയായിരുന്നു സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എറണാകുളമായിരുന്നു. എറണാകുളത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അവൻ്റെ ടെലിഫോൺ മുഖാന്തരവും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് ട്രിവാൻഡ്രത്താണെന്നുള്ളത് മനസ്സിലായി. അവിടെ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതിൽ അവൻ ഏകദേശം 12ഓളം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് അവരോട് സാമ്പത്തികവും അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനവും നൽകി നിരവധി എല്ലാ ആൾക്കാരിൽ നിന്നും പൈസകൾ വാങ്ങിച്ചിരിക്കുകയാണ്. കോട്ടയ്ക്കൽ സ്വദേശിനിയായ കാടാമ്പുഴ പിലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന സിയാദിനെ പോലീസ് പിടികൂടുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ KC വിനുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. തിരുവനന്തപുരം കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ 65,000 രൂപ ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരാരിക്കുളത്ത് ഒരു സ്ത്രീൻ്റെ 5 ലക്ഷം രൂപ വാങ്ങിച്ചു അത് തീർപ്പാക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുകൂടാതെ പാലക്കാട് അലനല്ലൂരിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല. മാനന്തവാടിയിൽ നിന്ന് ഒരു സ്ത്രീൻ്റെ 1,32,000 രൂപ വാങ്ങിച്ചിട്ട് അത് തിരിച്ചു നൽകിയിട്ടില്ല. ചാവക്കാട് നിന്നൊരു സ്ത്രീയിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ അവരുടെ ആദ്യ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തിട്ട് അവരിൽ നിന്നും 25 ലക്ഷം രൂപ കിട്ടാനുള്ളത് വാങ്ങിച്ചു തരാ എന്നുള്ളൊരു വാഗ്ദാനത്തോടു കൂടിയിട്ടാണ് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ചാവക്കാട് ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ കായംകുളത്ത് നിന്നും ഒരു സ്ത്രീൻ്റെ 50,000 രൂപ വാങ്ങിച്ചു അത് തീർപ്പാക്കി എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അടുത്തത് ചങ്ങരകുളത്തുനിന്ന് ഒരു സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രപ്പോസൽ സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്ത്രീയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നിരവധി മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ മാട്രിമോണിയിൽ വിവിധ പേരുകളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടി മുങ്ങിയത്. ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനായി ഓരോ സിം കാർഡ് വീതം ഉപയോഗിക്കുന്ന ഇയാൾ നിലവിൽ 10ഓളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കൊടുത്തിട്ട് ഈ വരുന്ന ആൾക്കാരെയൊക്കെ പലവിധ പേരുകളിൽ പല സിമ്മുകളിലായിട്ടാണ് ഇവൻ ഇതിലെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ചെറിയ സമയം കൊണ്ട് വലിയ സംഖ്യകൾ വാങ്ങിച്ചിട്ടാണ് ഇവനത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവന് ഇപ്പം നമ്മുടെ കേസിൽ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇവൻ എറണാകുളത്ത് ഒരു മിലിറ്ററി സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അഡ്രസ്സിലാണ് അവൻ എല്ലാവരെയും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കേസിൽ ഇവൻ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതാണ്. ഇവൻ വിവാഹ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ വേ ടു നിക്കാഹും അതുപോലെ തന്നെ മാട്രിമോണിയലും അതുപോലെ തന്നെ മാലയോഗം, ഈ മാട്രിമോണിയലിലൂടെയാണ് ഇവൻ കേരള മാട്രിമോണിയലിലൂടെയായിട്ടാണ് ഇവൻ എല്ലാം ചെയ്തിരിക്കുന്നത്. സ്ത്രീകളായിട്ട് ബന്ധപ്പെടാൻ. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.